വെൽക്കം ടു ബയോ ക്ലാസ് +1 ബയോളജിയിലെ ദ ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്ററിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോസ് കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. താഴെ ടൈറ്റിൽ എഴുതിയിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിന്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിന്റെ ബാക്കി ഭാഗങ്ങളാണ്. ലിവിംഗ് ഓർഗാനിസംസിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് ദി നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് പ്രസന്റ് ഓൺ എർത്ത്. അതായത് ഭൂമിയിൽ കാണുന്ന ഓർഗാനിസംസിന്റെ നമ്പറും അതിൻ്റെ ടൈപ്സും, ടോട്ടൽ ആയിട്ടുള്ള നമ്പറും ടൈപ്സും ഒക്കെയാണ് ബയോഡൈവേഴ്സിറ്റി. അതായത് ഭൂമിയിൽ കാണുന്ന ജീവജാലങ്ങളുടെ അതിൽ പ്ലാന്റ്സും ആനിമൽസും മൈക്രോ ഓർഗാനിസംസും എല്ലാം വരും. ഇതിനെ ഒരുമിച്ചാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയുന്ന കാര്യമാണ്, ബയോഡൈവേഴ്സിറ്റി റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതായത് ലാൻഡ് ഏരിയ വളരെ കുറവാണെങ്കിലും ആ ഉള്ള ലാൻഡ് ഏരിയയിൽ തന്നെ ഒരുപാട് ബയോഡൈവേഴ്സിറ്റി കാണിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ബയോഡൈവേഴ്സിറ്റി എന്താണെന്നുള്ളത് ഒന്ന് പഠിച്ചു വെക്കുക. ഈ ഒരു ചാപ്റ്റർ ബയോഡൈവേഴ്സിറ്റി എന്നുള്ള കാര്യം നിങ്ങൾക്ക് +2 അതായത് സെക്കൻഡ് ഇയറിലാവുമ്പോൾ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ഇവിടെ ജസ്റ്റ് എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ഏകദേശം 1.7 to 1.8 മില്യൺ ഓർഗാനിസംസിനെ ഇന്ന് വരെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഇൻസെക്ട്സ് ആണ് ഏറ്റവും കൂടുതൽ, അല്ലേ? ഇൻസെക്റ്റുകളാണ്, ഷഡ്പദങ്ങളാണ് നമ്മുടെ എർത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതിൽ തന്നെ വളരെ കുറച്ച് ഇൻസെക്റ്റുകളെ മാത്രമാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. കണ്ടെത്താത്ത ഒരുപാട് ഇൻസെക്ട്സ് മാത്രമല്ല, പല ഓർഗാനിസംസും നമ്മുടെ ഭൂമിയിൽ ഉണ്ട്. +1 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോടൊരു ചെറിയ കാര്യം പറയാനുണ്ട്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് പലരും ചെറിയ ചെറിയ പ്രയാസങ്ങൾ, അതായത് ഈ ഒരു SSLC കഴിഞ്ഞ് ഫസ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ പല സ്റ്റുഡൻസിനും ഒരു ടെൻഷനുള്ള രീതിയിലുള്ള കുറച്ച് മെസ്സേജസ് ഒക്കെ എനിക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ യാതൊരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ് ബയോളജി. മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് മാർക്കിന് essay ടൈപ്പ് ക്വസ്റ്റ്യൻസോ ഒന്നും വരാറില്ല. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ 3 മാർക്കിനും 4 മാർക്കിനും ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്നത് അധികവും 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 2 മാർക്കിന് ഉണ്ടാവും. മാത്രമല്ല, ഡയഗ്രംസ് ഒന്നും ഇപ്പോൾ വരയ്ക്കാൻ വരാറില്ല. ഡയഗ്രംസ് തന്നിട്ട് അത് ലാബിൽ ചെയ്യാൻ മാത്രമാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ ബയോളജിയിൽ 30 മാർക്കിന് ബോട്ടണിയുടെ ക്വസ്റ്റ്യൻസും 30 മാർക്കിന് സുവോളജിയുടെ ക്വസ്റ്റ്യൻസും ആണ് ഉണ്ടാവാറുള്ളത്. നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ് ബയോളജി. അപ്പോൾ ഈ ടെൻഷൻ അടിക്കുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്, ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സോ കാര്യമോ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ സ്ക്രീനിൽ ഇവിടെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, എൻ്റെ വാട്സപ്പ് നമ്പറാണ്. അതിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി, നോട്ട്സ് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് +1 സ്റ്റുഡൻസിനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഒന്ന് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിലൂടെ നമ്മൾ ചെയ്യുന്നത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം, നോട്ട്സ് ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിലൂടെ ആ ഒരു ഗ്രൂപ്പിലൂടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ യാതൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായി പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റാണ് ബയോളജി. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ചില കുട്ടികൾ പറഞ്ഞിരുന്നു നോട്ട്സ് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് ശ്രദ്ധിക്കുക, ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ തിരിച്ചു പോവാം. സിസ്റ്റമാറ്റിക്സ്. എന്താണ് സിസ്റ്റമാറ്റിക്സ് എന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ്, അല്ലെങ്കിൽ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് സിസ്റ്റമാറ്റിക്സ്. ഓക്കെ, സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് സിസ്റ്റമാറ്റിക്സ്. Study of different kinds of organisms and their diversities and also the relationship among them is called systematics. അപ്പോൾ അതേ പറഞ്ഞു, സിസ്റ്റമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a branch of science which deals with the study of different kinds of organisms and their diversities and also the relationship among them. അതായത് നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ ഒരുപാട് തരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഭൂമിയിൽ ഒരുപാട് തരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ അതിലുള്ള സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് branch of science which deals with the study of different kinds of organisms. അതായത്
വ്യത്യസ്ത തരം ഓർഗാനിസംസും അതിൻ്റെ ഡൈവേഴ്സിറ്റിയും ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്സും ഇവ തമ്മിൽ, അതായത് ഈ ഒരു ഓർഗാനിസംസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള റിലേഷൻഷിപ്പും, ഇത്രയും കാര്യങ്ങളാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ പഠിക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം, പലതരത്തിലുള്ള ഓർഗാനിസംസും അവയുടെ ഡൈവേഴ്സിറ്റിയും ഈ ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻഷിപ്സിനെയും കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് സിസ്റ്റമാറ്റിക്സ്. ഓക്കെ, ദെൻ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ആ ഒരു ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത് സിസ്റ്റമ എന്ന് പറയുന്ന ലാറ്റിൻ ആയിട്ടുള്ള ഒരു വേർഡിൽ നിന്നാണ്. ഓക്കെ, സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ടേം വന്നിട്ടുള്ളത് സിസ്റ്റമ, അതായത് ഒരു ലാറ്റിൻ ആയിട്ടുള്ള ഒരു വേർഡാണ് സിസ്റ്റമ. ലാറ്റിൻ ലാംഗ്വേജിലുള്ള ഒരു വേർഡാണ് സിസ്റ്റമ. അപ്പോൾ ഈ ഒരു വേർഡിൽ നിന്നാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാറുണ്ട്. സിസ്റ്റമയുടെ മീനിങ് ചോദിക്കാറുണ്ട്. സിസ്റ്റമ, അതായത് ഈ ഒരു സിസ്റ്റമ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടേം ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സിസ്റ്റമയുടെ മീനിങ് നോക്കാം. സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ്. സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ് ഇമ്പോർട്ടൻ്റ് ആണ്. സിസ്റ്റമ എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ്, അതായത് ഓർഗാനിസംസിനെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യാം. സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോരോ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹൈസ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓരോ ഓർഗാനിസംസിനും കിങ്ഡം ഉണ്ട്, ഫൈലം, ക്ലാസ്, ഓർഡർ, അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യാറില്ലേ? അതിനെക്കുറിച്ചുള്ള പഠനശാഖയാണ് സിസ്റ്റമാറ്റിക്സ്. ഓക്കെ, അപ്പോൾ സിസ്റ്റമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ഒരിക്കൽ കൂടി പറയാം. സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ഓഫ് ഓർഗാനിസംസ്. ഓക്കെ, അടുത്ത ഒരു പോയിന്റ്, ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് കാർലോസ് ലിനേയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പബ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് സിസ്റ്റമ നാച്ചുറി. അപ്പോൾ ചോദിക്കാറുണ്ട്, സിസ്റ്റമ നാച്ചുറി എന്നുള്ളത് ആരുടെ വർക്കാണ് എന്ന് ചോദിക്കാറുണ്ട്. കാർലോസ് ലിനേയസ് അല്ലെങ്കിൽ കാർൽ ലിനേയസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് സിസ്റ്റമ നാച്ചുറി. ഓക്കെ, അപ്പോൾ ഇതിൽ ഇദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ പലതരത്തിലുള്ള ഓർഗാനിസംസും അതിൻ്റെ ഡൈവേഴ്സിറ്റി, അവ തമ്മിലുള്ള റിലേഷൻഷിപ്സും ഒക്കെയാണ് ആ ഒരു വർക്കിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സിസ്റ്റമ നാച്ചുറി എന്ന് പറയുന്ന ആ ഒരു വർക്ക് ആരുടേതാണെന്ന് ചോദിക്കാറുണ്ട്. കാർൽ ലിനേയസ്, ഓർത്തു വയ്ക്കുക, കാർൽ ലിനേയസ്. ദെൻ നെക്സ്റ്റ് ഈസ് ടാക്സോണമി. ടാക്സോണമി എന്ന് പറയുന്നതും സയൻസിൻ്റെ ഒരു പഠനശാഖയാണ്. അതായത് ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ദാറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിസംസ്. ഒരിക്കൽ കൂടി പറയാം, ടാക്സോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി അബൌട്ട് ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിസംസ്. അതായത് ഓർഗാനിസംസിൻ്റെ ഐഡന്റിഫിക്കേഷനും ക്ലാസിഫിക്കേഷനും നോമൻക്ലേച്ചറും, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബ്രാഞ്ചിൽ അല്ലെങ്കിൽ ഈ ഒരു പഠനശാഖയിൽ, ടാക്സോണമി എന്ന് പറയുന്ന പഠനശാഖയിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ 3 ടേംസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ ഈസ് ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേമിൽ തന്നെ ഉണ്ട് ഓർഗാനിസംസിനെ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ഓർഗാനിസംസും ഏത് ക്ലാസ്സിലാണ്, അല്ലെങ്കിൽ ഏത് ഫൈലത്തിലാണ്, ഏത് കിങ്ഡം ആണ്, അല്ലേ? ഇപ്പോൾ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്, അതിൽ കുറേ പ്ലാന്റ്സും ഉണ്ട്, കുറേ ആനിമൽസും ഉണ്ട്. അപ്പോൾ പ്ലാന്റ്സ് ഉള്ളതിനെ നമ്മൾ കിങ്ഡം പ്ലാന്റ് എന്ന് പറയും, അല്ലേ? ആനിമൽസ് അതിന് നമ്മൾ കിങ്ഡം അനിമേലിയ എന്ന് പറയും. അതുപോലെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോന്നും ഏതിലൊക്കെയാണ് ഉൾപ്പെടുന്നത്, ഏത് കിങ്ഡത്തിലാണ്, ഏത് ഫൈലത്തിലാണ് ഉൾപ്പെടുന്നത് എന്നൊക്കെ ആണ് ഈ ഒരു ഐഡന്റിഫിക്കേഷനിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഓർഗാനിസംസിനെയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഓരോ ഓർഗാനിസംസിനെയും അതിൻ്റെ ക്യാരക്ടേഴ്സ് വെച്ചിട്ട്
അതിനെ ഓരോന്നിനെയും ക്ലാസിഫൈ ചെയ്യാം. ദെൻ ലാസ്റ്റ് വൺ ഈസ് നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയിമിംഗ് ആണ്. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയിമിംഗ് ആണ്, അതായത് പേര് നൽകുക. ഓരോ ഓർഗാനിസംസിനും അതിന് ഓരോന്നിനും പേരുകൾ നൽകുക. ഓക്കെ, അപ്പോൾ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ടേമിന്റെ മീനിങ് നെയിമിംഗ് ആണ്. ടാക്സോണമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരിക്കൽ കൂടി പറയാം. ടാക്സോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻസിന്റെ ഒരു പഠനശാഖയാണ്. ഇതിൽ പഠിക്കുന്നത് ഒരു ഓർഗാനിസംസിന്റെ ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, nomenclature. It is a branch of science which deals with the identification, classification and nomenclature of organisms. Next topic is International Code for Taxonomy. അതായത് ടാക്സോണമിയിൽ യൂസ് ചെയ്യുന്ന ഇന്റർനാഷണൽ കോഡുകളാണ് ഇനി പറയുന്നത്. രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ കോഡുകളാണ് ടാക്സോണമിയിൽ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് ICBN ആൻഡ് സെക്കൻഡ് വൺ ഈസ് ICZN. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുള്ളത് ICBNന്റെ എക്സ്പാൻഷൻ, അതുപോലെ തന്നെ ICZNന്റെ എക്സ്പാൻഷൻ. ഈ ഒരു രീതിയിലാണ് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ഇതിന്റെ എക്സ്പാൻഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ആദ്യം ICBN എന്താണെന്ന് നോക്കാം. ICBN എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണ്, അല്ലെ? ബൊട്ടാണിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു പ്ലാന്റ്സ്. അപ്പോൾ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ആണ്, അതായത് പ്ലാന്റ്സിന് നെയിമിംഗ് കൊടുക്കാനുള്ള ഇന്റർനാഷണൽ കോഡാണ് ICBN. The next one is ICZN. ICZNന്റെ എക്സ്പാൻഷൻ ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ, അതായത് ആനിമൽസിന് പേര് നൽകാനുള്ള ഇന്റർനാഷണൽ കോഡാണ് ഈ ഒരു ICZN. അടുത്തതായിട്ട് പറയുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്. അതായത് നോമൻക്ലേച്ചർ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, പേര് നൽകുക അല്ലെങ്കിൽ നെയിമിംഗ് കൊടുക്കുക, അതാണ് നോമൻക്ലേച്ചർ. ഇവിടെ പറയുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്. ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ ബൈ എന്ന് പറഞ്ഞാൽ 2 ആണ്, അതായത് ഓർഗാനിസംസിന് 2 പേര് നൽകുക. ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് സയന്റിഫിക് നെയിം, അല്ലെ? സയന്റിഫിക് നെയിം എപ്പോഴും വരുന്നത് 2 പേരുകളാണ് അതിൽ വരാറുള്ളത്. 2 പേരുകളാണ് വരാറുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു ഉദാഹരണം നമുക്ക് പറയാം. ഹ്യൂമൻ ബീങ്സ്, മനുഷ്യരുടെ സയന്റിഫിക് നെയിം ആണ് ഹോമോസാപ്പിയൻസ്. ഓക്കെ, ഇതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഈ ഒരു രീതിയിൽ ഓർഗാനിസംസിന് പേര് നൽകുക. ബൈനോമിയൽ. ഹോമോസാപ്പിയൻസ് എന്ന് പറയുമ്പോൾ 2 നെയിമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം സയന്റിഫിക് നെയിംസ് എഴുതുമ്പോൾ നമ്മൾ എപ്പോഴും 2 നെയിംസ് ആണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓർഗാനിസംസിന് പേര് നൽകുന്നതിനെയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാറുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ദ റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അതായത് ബൈനോമിയൽ നോമൻക്ലേച്ചർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അത് പോയിന്റ് ആയിട്ട് തന്നെ പഠിക്കുക. നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഇൻ ലാറ്റിൻ. അതായത് ബൈനോമിയൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുന്ന സയന്റിഫിക് നെയിമുകൾ എപ്പോഴും ലാറ്റിൻ ഭാഷയിലുള്ളതായിരിക്കും. അടുത്ത പോയിന്റ്, ഫസ്റ്റ് നെയിം റെപ്രസെന്റ്സ് ദ ജീനസ് നെയിം ആൻഡ് സെക്കൻഡ് നെയിം റെപ്രസെന്റ്സ് ദി സ്പീഷീസ് നെയിം. അതായത് 2 പേരുകളാണ് നമ്മൾ ഒരുമിച്ച് പറയുന്നത്, അല്ലേ? സയന്റിഫിക് നെയിം എഴുതുമ്പോൾ 2 പാർട്ട് ഉണ്ടായിരിക്കും. ഫസ്റ്റ് പാർട്ട് ജീനസ് നെയിമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് ഈ ഒരു ഓർഗാനിസത്തിന്റെ ജീനസ് നെയിമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ട് ഈ ഒരു ഓർഗാനിസത്തിന്റെ, ഏത് ഓർഗാനിസം ആണെങ്കിലും അതിന്റെ സ്പീഷീസ് നെയിമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി പറയാം. ഫസ്റ്റ് പാർട്ട് represents the genus name and second part represent the species name. അടുത്ത പോയിന്റ് നോക്കാം. ജീനസ് നെയിം സ്റ്റാർട്ട്സ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ. ശരിയല്ലേ? ജീനസ് നെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. സയന്റിഫിക് നെയിം എഴുതുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ എഴുതണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന് മാർക്ക് കിട്ടില്ല. അതായത് സയന്റിഫിക് നെയിം നിങ്ങൾക്ക് എക്സാമ്പിളിലൊക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ എഴുതുമ്പോഴും നമ്മൾ ഈ പറയുന്ന രീതി അല്ലെങ്കിൽ ഈ ഒരു റൂൾസ് ഫോളോ ചെയ്തുകൊണ്ട് തന്നെ എഴുതണം. ശ്രദ്ധിക്കുക. 2 പാർട്ട് ഉണ്ടായിരിക്കും. ലാറ്റിൻ ഭാഷയിലായിരിക്കും. അടുത്ത് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഫസ്റ്റ് നെയിം ജീനസ് നെയിം ആണ്, സെക്കൻഡ് നെയിം സ്പീഷീസ് നെയിം ആണ്. അടുത്തത് ജീനസ് നെയിം സ്റ്റാർട്ട്സ് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ.
നോക്കൂ, ജീനസ് നെയിം ആണ് ഈ എഴുതിയിട്ടുള്ളത്. ഇത് ക്യാപിറ്റൽ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ സെക്കൻഡ് നെയിം സ്റ്റാർട്ട്സ് വിത്ത് സ്മോൾ ലെറ്റർ. സെക്കൻഡ് നെയിം സ്മോൾ ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ബോത്ത് ദ നെയിംസ് ഷുഡ് ബി സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ്. രണ്ട് നെയിംസും സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കുക, ഒരുമിച്ചല്ല ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്, സെപ്പറേറ്റ് ആയിട്ടാണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഒരുമിച്ച് അണ്ടർലൈൻ ചെയ്താൽ ഇതിന് മാർക്ക് കിട്ടില്ല. ഒരുമിച്ച് അണ്ടർലൈൻ ചെയ്യരുത്, സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതിന് അണ്ടർലൈൻ കൊടുക്കുക. ദെൻ സംടൈം ദ നെയിം ഓഫ് സയന്റിസ്റ്റ് അപ്പിയേഴ്സ് ആഫ്റ്റർ സ്പെസിഫിക് നെയിം. അതായത് ചില സയന്റിഫിക് നെയിമിലൊക്കെ ഒരു പാർട്ടും കൂടി വരാറുണ്ട്. അതായത് സയന്റിസ്റ്റുകളുടെ ഫുൾ നെയിം ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ലിനേയസ് ഒക്കെ ആണെങ്കിൽ സ്പീഷ്യസ് നെയിം കഴിഞ്ഞിട്ട് LINN ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഓരോ സയന്റിസ്റ്റിന്റെയും അങ്ങനെ കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, അതായത് ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ റൂൾസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് അത് സാധാരണ വരാറുള്ളത്. ഒരിക്കൽ കൂടി പറയാം, ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് നെയിംസ് അല്ലെങ്കിൽ ജീനസ് നെയിമും സ്പീഷീസ് നെയിമും കൊടുത്തുകൊണ്ട് ഓർഗാനിസംസിന് പേര് നൽകുന്നതിനെയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഇവിടെ ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ബൈനോമിയൽ നോമൻക്ലേച്ചർ ആരാണ് കൊണ്ടുവന്നത്? ഹു പ്രൊപ്പോസ്ഡ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. കറോളസ് ലിനേയസ് ഓർ കാൾ ലിനേയസ്. ലിനേയസ് ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം പ്രൊപ്പോസ് ചെയ്തത്. ദെൻ റൈറ്റ് ദ റൂൾസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ റൂൾസ് എന്തൊക്കെയാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഇത് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ആദ്യം ഒരു എക്സാമ്പിൾ എഴുതിയാൽ തന്നെ അത് വെച്ച് നിങ്ങൾക്ക് ബാക്കി അതിന്റെ പോയിന്റ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ് പറഞ്ഞത് ലാറ്റിനിലായിരിക്കണം അല്ലെ, ലാറ്റിൻ ഭാഷയിലുള്ള നെയിം ആയിരിക്കണം. അടുത്ത പോയിന്റ് പറഞ്ഞത് ഫസ്റ്റ് നെയിം ഇൻഡിക്കേറ്റ്സ് ദ ജീനസ് നെയിം ആൻഡ് സെക്കൻഡ് നെയിം ഇൻഡിക്കേറ്റ്സ് ദ സ്പീഷീസ് നെയിം. ദെൻ genus name starts with capital letter and species name starts with small letter and it should be separately underlined. Separate ആയിട്ട് അണ്ടർലൈൻ കൊടുക്കണം. ദെൻ ഈ ഒരു സ്പീഷീസ് നെയിം എഴുതിയതിന്റെ ശേഷം ചില കേസിലൊക്കെ ഇവിടെ ഒരു പാർട്ടും കൂടി വരാറുണ്ട്. അത് സയന്റിസ്റ്റിന്റെ നെയിം ആയിരിക്കും. ആ ഒരു ഓർഗാനിസത്തിന് നെയിം നൽകിയിട്ടുള്ള സയന്റിസ്റ്റിന്റെ നെയിമിന്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള, കംപ്ലീറ്റ് ആയിട്ട് എഴുതില്ല, ഫസ്റ്റ് ഉള്ള ഒരു 3-4 ലെറ്റർ മാത്രം അതിൽ എഴുതാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അടുത്തതായിട്ട് പറയുന്നത് ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ അഡ്വാൻറ്റേജസ് ആണ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. റൈറ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അതായത് ഇങ്ങനെ ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ നൽകുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അപ്പൊ നോക്കാം. നമുക്കറിയാം, പല ഓർഗാനിസംസിനെയും നമ്മുടെ വേൾഡിൽ ഓരോ ഭാഗങ്ങളിലും പല പേരുകളാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പപ്പായ. ഇപ്പോൾ പപ്പായയ്ക്ക് പല ഭാഗങ്ങളിലും, നമ്മുടെ കേരളത്തിൽ തന്നെ പല ഭാഗങ്ങളിലും പല പേരുകളാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്നതൊക്കെ തന്നെ ഒരു ഒറ്റ ഓർഗാനിസം അല്ലെങ്കിൽ ഒരൊറ്റ പ്ലാന്റിനെ ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നെയിം സ്റ്റാൻഡേർഡൈസ്ഡ് ആക്കിയിരിക്കുകയാണ്. ഏത് ഭാഗത്തും, അതായത് ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള ആൾക്കാർക്കും ആ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കാര്യം എന്ന് മനസ്സിലാവണം, എന്താണ് ആ ഓർഗാനിസം എന്നുള്ളത് മനസ്സിലാവണം. അതിനു വേണ്ടിയിട്ടാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കാം, ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. സ്പെസിഫിക് നെയിം എൻഷുർ ദാറ്റ് ഈച്ച് ഓർഗാനിസം ഹാസ് ഓൺലി 1 നെയിം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 2 പേരുണ്ടാവും. ഫസ്റ്റ് വരുന്നത് ജീനസ് നെയിം ആണ്, രണ്ടാമത് വരുന്നത് സ്പീഷീസ് നെയിം ഓർ സ്പെസിഫിക് നെയിം. ഏത് സ്പീഷീസിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളതാണ്. സ്പെസിഫിക് നെയിം എൻഷുർ ദാറ്റ് ഈച്ച് ഓർഗാനിസംസ് ഹാസ് ഓൺലി 1 നെയിം. അതായത് സ്പെസിഫിക് നെയിം എപ്പോഴും ഒരെണ്ണം മാത്രം, ഒരു ഓർഗാനിസത്തിന് ഒരു സ്പെസിഫിക് നെയിം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ ജീനസ് നെയിം അങ്ങനെയല്ല. അതൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. നമുക്കറിയാം, ലയണിന്റെ സയന്റിഫിക് നെയിം അല്ലെങ്കിൽ ലയണിന്റെ ബൈനോമിയൽ നോമൻക്ലേച്ചർ ഒന്ന് എഴുതി നോക്കാം. പെൻതീറ ലിയോ. ലയൺ ആണ്. ഓക്കെ, പെൻതീറ ലിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലയൺ ആണ്. ദെൻ
പന്തീറ ടൈഗ്രിസ്. പന്തീറ ടൈഗ്രിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈഗർ ആണ്. ഓക്കെ, ടൈഗർ ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, ജീനസ് നെയിം സെയിം തന്നെയാണ് വന്നിട്ടുള്ളത്. സ്പീഷീസ് നെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യത്യാസമുണ്ട്. അതായത് ഒരു ഓർഗാനിസത്തിന്റെ സ്പീഷീസ് നെയിം നോക്കിക്കഴിഞ്ഞാലാണ് അത് എപ്പോഴും ഒരൊറ്റ നെയിമേ ഉണ്ടായിരിക്കുള്ളൂ. അത് എവിടെയാണെങ്കിലും ഒരു നെയിം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ജീനസ് നെയിം അങ്ങനെയല്ല, ഒരുപാട് ഓർഗാനിസത്തിന് സെയിം ജീനസ് നെയിം വരാറുണ്ട്. സ്പീഷീസ് നെയിം എന്ന് പറഞ്ഞാൽ അത് ഒരൊറ്റ നെയിം മാത്രമാണ് ഉണ്ടാവുന്നത്. ഈ ഒരു കാര്യമാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. സ്പെസിഫിക് നെയിം എൻഷുർ ദാറ്റ് ഈച്ച് ഓർഗാനിസം ഹാസ് ഓൺലി വൺ നെയിം. ആ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അടുത്ത പോയിന്റ് നോക്കാം. ഡിസ്ക്രിപ്ഷൻ ഓഫ് എനി ഓർഗാനിസംസ് ഷുഡ് എനേബിൾ ദ പീപ്പിൾ ടു അറൈവ് അറ്റ് ദ സെയിം നെയിം. അതായത് പ്രത്യേക ഓർഗാനിസംസിന്റെ ഡിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് അതിനെക്കുറിച്ചുള്ള ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ആ ഓർഗാനിസത്തിനെ ഭൂമിയിലുള്ള അതായത് വേൾഡിലുള്ള ഏത് ഭാഗങ്ങളിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു നെയിമിംഗ് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റ്സ് ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചറിന്റെ അഡ്വാൻറ്റേജസ്. അടുത്തതായിട്ട് പറയുന്നത് ടാക്സോണമിക് കാറ്റഗറീസ്. എന്താണ് ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് നോക്കാം. ഓർഗാനിസംസ് ആർ പ്ലേസ്ഡ് ഇൻ എ സീരീസ് ഓഫ് റാങ്ക് ഓർ ടാക്സ അക്കോർഡിംഗ് ടു ദെയർ നാച്ചുറൽ റിലേഷൻഷിപ്പ്. അതായത് ഓർഗാനിസംസിനെ അവയുടെ നാച്ചുറൽ റിലേഷൻഷിപ്സിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ടാക്സുകളായിട്ട് അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ റാങ്കിങ് കൊടുക്കുക. ഓർഗാനിസംസിന് ഓരോ ടാക്സുകളായിട്ട് അറേഞ്ച് ചെയ്യുക, അതിനാണ് ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം ഓർഗാനിസംസിനെ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, അങ്ങനെ ആ ഒരു രീതിയിൽ ഓർഗാനിസംസിനെ നമ്മൾ റാങ്ക് ചെയ്യാറുണ്ട്. അതിനെയാണ് ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയുന്നത്. ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയുന്നത്. ഓൾ ദ കാറ്റഗറീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ടാക്സോണമിക് ഹെറാർക്കി. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഓരോ ടാക്സുകളാണ്. കിങ്ഡം ഒരു ടാക്സയാണ്, ദെൻ ഫൈലം എന്ന് പറയുന്നത് ഒരു ടാക്സയാണ്, ക്ലാസ് എന്ന് പറയുന്നത് ഒരു ടാക്സയാണ്, ഓർഡർ എന്ന് പറയുന്നത് മറ്റൊരു ടാക്സയാണ്. അപ്പോൾ ഇതൊക്കെ ഓരോ ടാക്സുകളാണ്. ഇതിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് ടാക്സോണമിക് ഹെറാർക്കി. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ എന്നുള്ള ആ ഒരു ഇതിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് ടാക്സോണമിക് ഹെറാർക്കി. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ടാക്സോണമിക് ഹെറാർക്കി കാണിക്കുന്ന ഫ്ലോ ചാർട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് സാധാരണ ഇത് വരാറുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കാം. ടാക്സോണമിക് ഹെറാർക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഓരോ ടാക്സുകളാണ്. കിങ്ഡം ഒരു ടാക്സയാണ്, ഫൈലം ഓർ ഡിവിഷൻ. അതായത് ഫൈലം എന്ന് പറഞ്ഞാൽ ആനിമൽസിന്റെ കേസിലാണ് നമ്മൾ ഫൈലം പറയുക. പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മൾ ഫൈലം എന്നുള്ള ടേം അല്ല അവിടെ യൂസ് ചെയ്യുക, ഡിവിഷൻ എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ ഫൈലം ഓർ ഡിവിഷൻ എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഫൈലം ഓർ ഡിവിഷൻ, ദെൻ ക്ലാസ് മറ്റൊരു ടാക്സയാണ്, ഓർഡർ വേറെ ഒരു ടാക്സയാണ്, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇതിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് ടാക്സോണമിക് ഹെറാർക്കി. ഒരുമിച്ച് പറയുന്ന പേരാണ് ടാക്സോണമിക് ഹെറാർക്കി. അപ്പോൾ ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിക്കുക. ഇതേ ഓർഡറിൽ തന്നെ എക്സാമിന് ചോദിക്കാറുണ്ട്. അതായത് ഫ്ലോ ചാർട്ട് അതിന്റെ കറക്റ്റ് ഓർഡറിൽ എഴുതാൻ ചോദിക്കാറുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, പല കുട്ടികളും ആൻസർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് വരുത്താറുണ്ട്. അതായത് ഈ ഒരു ആരോ മാർക്ക്, ഇവിടെ കൊടുത്തിട്ടുള്ള ആരോ മാർക്കുകളുടെ ആരോ എപ്പോഴും മുകളിലേക്ക് തന്നെ ആയിരിക്കണം. പലരും അത് താഴത്തേക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. സ്പീഷ്യസ്, ദെൻ ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം. ഓക്കെ, അപ്പോൾ മുകളിലേക്ക് വരുംതോറും ഓർഗാനിസംസിന്റെ എണ്ണം കൂടി വരും അല്ലേ? സ്പീഷ്യസ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്പീഷ്യസുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ ജീനസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഓർഗാനിസംസിന്റെ എണ്ണം കൂടും. ദെൻ ഏറ്റവും മേലെ കിങ്ഡം എത്തുമ്പോഴേക്കും ഒരുപാട് ഓർഗാനിസംസ് വരും ഇല്ലേ? കിങ്ഡം പ്ലാന്റ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ് കംപ്ലീറ്റ് അതിൽ ഉൾപ്പെടും. കിങ്ഡം അനിമേലിയ എന്ന് പറയുമ്പോൾ ആനിമൽസ് കംപ്ലീറ്റ് അതിൽ വരും. അപ്പോൾ താഴെ നിന്നും മുകളിലേക്ക് പോകും തോറും ഓർഗാനിസംസിന്റെ എണ്ണം ഇൻക്രീസ് ചെയ്യും. സ്പീഷ്യസ് ആണ് ഈ ഒരു ടാക്സോണമിക് ഹെറാർക്കിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഇസ് ദ ബേസിക് യൂണിറ്റ് ഇൻ ടാക്സോണമിക് ഹെറാർക്കി. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. സ്പീഷ്യസ് ആണ് ഈ ഒരു ടാക്സോണമിക് ഹെറാർക്കിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്. ഇനി നമുക്ക് പറയാനുള്ളത് ഇത് ഓരോന്നും, അതായത് എന്താണ് കിങ്ഡം, ഫൈലം എന്താണ്, ഈ ഓരോ ടാക്സുകളും നമുക്ക് പറയാനുണ്ട്.
അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.